നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തെ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 10 ഉപഗ്രഹങ്ങളാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അഗർത്തലയിൽ നടന്ന സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു ISRO മേധാവിയുടെ പരാമർശം. അതിർത്തിയിലെ പാക് പ്രകോപനം വീണ്ടും ചർച്ചയായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ISRO ചെയർമാൻ ഇന്ത്യൻ സുരക്ഷയ്ക്ക് സാറ്റലൈറ്റുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഇന്ന് 1 പവൻ സ്വർണത്തിന് ഒറ്റയടിക്ക് 1320 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 71,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 165 രൂപയും കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 8,880 രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വിൽപ്പന പുരോഗമിക്കുന്നത്. ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. കൊച്ചി നേവൽ ബേസിൽ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ എത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. വെരിഫിക്കേഷന്റെ ഭാഗമായാണ് കോഴിക്കോട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. കൊച്ചി ഹാർബർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. നാവികസേനയുടെ വിശദമായ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. മൊബൈൽ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വ്യാജ പേരിലായിരുന്നു ഫോൺ കോൾ എത്തിയിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന വിളിച്ച് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുവാനായിരുന്നു ശ്രമം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടുവെന്ന് അവകാശപ്പെട്ട് ബലോച്ച് ലിബറേഷൻ ആർമി BLA. പാക് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ബലൂചിസ്ഥാനിലെ 51 സ്ഥലങ്ങളിൽ 71 ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി BLA അവകാശപ്പെട്ടു. ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല, ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി ഏകോപനം, ഗ്രൌണ്ട് കൺട്രോൾ, പ്രതിരോധ നിലപാടുകൾ എന്നിവ പരീക്ഷിക്കുക എന്നതുകൂടിയായിരുന്നുവെന്ന് BLA പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഘർഷത്തിനിടെ പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാൻ പൂനം ഷായുടെ മോചനത്തിൽ അവ്യക്തത തുടരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിനെ പ്രതീക്ഷ കാണുകയാണ് ഷായുടെ കുടുംബം. എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസമാണ് BSF ജവാൻ പൂനം ഷാ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധിയിൽ വാദം നാളെ നടത്തുമെന്നും കോടതി അറിയിച്ചു. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച കേസിലെ ഏക പ്രതിയാണ് കേതൽ ജിൻസൺ രാജ. 2017 ഏപ്രിൽ 5-നാണ് അച്ഛൻ, അമ്മ, സഹോദരി, ബന്ധുവായ ലളിത എന്നിവരെ കേതൽ കൊലപ്പെടുത്തിയത്. പാകിസ്ഥാനുമായുള്ള 4 ദിവസത്തെ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട 32 വിമാനത്താവളങ്ങൾ ഇന്ത്യ വീണ്ടും തുറന്നു. മെയ് 15 വരെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളെ വ്യോമാതിർത്തി അടച്ചിടുവാൻ കേന്ദ്രം ഉത്തരവിട്ടിരുന്നു. അന്താരാഷ്ട്ര അതിർത്തിയിലെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുവാൻ ന്യൂഡൽഹിയും ഇസ്ലാമാബാദും ശനിയാഴ്ച സമ്മതിച്ചതിനെ തുടർന്നാണ് ചണ്ഡീഗഡ്, ശ്രീനഗർ ഉൾപ്പെടെയുള്ള ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത്. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. കളിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിലെ 14 വർഷത്തെ ശ്രദ്ധേയമായ കരിയറിന് അന്ത്യം കുറിക്കുന്നതായി താരം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആരാധകരെ അറിയിച്ചത്. ജൂൺ 20-ന് ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ 5 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായാണ് പ്രഖ്യാപനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.